എനിക്ക് തോന്നുന്ന ലോകത്ത് ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ജംഗ്ഷനാണ്. ഇത് ഇത്രയും മണിക്കൂർ നമ്മൾ പരിശോധിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലായി വരുന്നേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ നമ്മൾ കടവന്തറയിൽ നിന്ന് വൈറ്റിലേക്കുള്ള റോഡിലെ കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി സിംഗിൾ ലൈൻ സംവിധാനം ഏർപ്പെടുത്തും. അത് പാലാരിവട്ടം എടപ്പള്ളി ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് ആ ലൈൻ നേരത്തെ തന്നെ ഒരു 500 മീറ്റർ ദൂരെ നിന്ന് തന്നെ ആ ലൈനിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ഫ്രീ ലെഫ്റ്റ് പോകുന്നവരെ മുഴുവൻ ഒഴിവാക്കി കഴിയുമ്പോൾ ഈ ലൈറ്റിൽ നിൽക്കുന്നവരെ എണ്ണം കുറയും. അതുപോലെ തന്നെ തൃപ്പൂണിത്തറയ്ക്കാണ് അടുത്ത കുരുക്ക്. ഏറ്റവും വലിയ കുരുക്ക് വരുന്നത് തൃപ്പൂണിത്തറ വൈറ്റില റോഡിലാണ്. അപ്പോൾ തൃപ്പൂണിത്തറ വൈറ്റില റോഡിലും ഇതുപോലെ ഹബിൻ്റെ അവിടെ ഒഴിച്ച് ബാക്കി സ്ഥലത്ത് ഒരു സിംഗിൾ ലൈൻ തൈക്കുളം വരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അത് കഴിയുമ്പോൾ ഈ വണ്ടി ഒന്ന് ഫ്ലോ ചെയ്യും നമുക്ക്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ചെയ്തുകൊണ്ട് പിന്നെ പോലീസ് ഇവിടെ ചർച്ച കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഐലൻഡ് ഒന്ന് വെട്ടി ചെറുതാക്കാൻ, ഈ പാലത്തിൻ്റെ അടി റോഡിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ അതൊന്ന് വെട്ടി ചെറുതാക്കാൻ 2 മീറ്റർ ലെഫ്റ്റിൽ 2 മീറ്റർ റൈറ്റിൽ റിമൂവ് ചെയ്യാനായിട്ട് ചീഫ് എഞ്ചിനീയറുടെ അനുവാദം റോഡ് സേഫ്റ്റി കമ്മീഷൻ ഇവിടെ ഉണ്ട്. അഗർവാൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. അഗർവാളാണ് അദ്ദേഹം വാങ്ങിക്കും. അദ്ദേഹം പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം റോഡ് സേഫ്റ്റി പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അവർ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കുറച്ച്. അതുകൂടി വാങ്ങിച്ചതിന് ശേഷം ഇത് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ പൊട്ടിച്ചിട്ട് കാര്യമില്ല, വേറെ ടൈൽസ് ഇട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തരാനായിട്ട് നമ്മൾ PWD AX ഇവിടെ ഉണ്ട്, ഹൈവേ നാഷണൽ, അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരത് വാങ്ങി തന്ന ഉടനെ റോഡ് സേഫ്റ്റി കമ്മീഷൻ അതിനാവശ്യമായ പണം അനുവദിച്ച് കഴിയുമ്പോൾ അത് ചെയ്യാൻ കഴിയും. പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മൾ മേയറുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മളെല്ലാവരും വിശദമായി പരിശോധിച്ചപ്പോൾ ഈ സിംഗിൾ ലൈൻ ട്രാഫിക് വെച്ചുകൊണ്ട് കടവന്തറയിൽ നിന്ന് വൈറ്റിലയിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് പോകുന്ന വഴി സിംഗിൾ ലൈൻ ട്രാഫിക് ആക്കിയിട്ടുണ്ട്. പരമാവധി വാഹനങ്ങളിൽ ഫ്ലോ ചെയ്യാം. പിന്നെ ഇവിടെ പൊട്ടിച്ച് എടപ്പള്ളിയിൽ നിന്ന് വഴിയിലേക്ക് വരുന്ന വഴിയിൽ ഒരു കൺജഷൻ, അത് ഈ ഒരു 2 മീറ്റർ ഈ ഐലൻഡ് താഴത്തെ ബേസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് റീസ്റ്റോർ ചെയ്ത് പുതുതായിട്ട് ചെയ്യുമ്പോൾ ഒരു 3 ലൈൻ കിട്ടും. അപ്പോൾ ഈ ലെങ്ത് അങ്ങ് കുറയും. ഇവിടെ വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ഘട്ടത്തിൽ പോലീസ് സജസ്റ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഹബിലേക്ക് ഫ്രീ ലെഫ്റ്റ് കൊടുക്കാം. ബസ്സുകളെല്ലാം ഹെവി വെഹിക്കിളെല്ലാം ഫ്രീ ലെഫ്റ്റ് കൊടുക്കാൻ. ആ ഫ്രീ ലെഫ്റ്റ് അവിടെ കടയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അത് ഒരു 90 ഡിഗ്രി അളവാണ്. ഞാനൊന്ന് ഫ്രീ ലെഫ്റ്റ് കൊടുത്ത് നോക്കും. അപ്പോൾ ഹെവി വെഹിക്കിൾസ് എല്ലാം അതുവഴി കയറി കപ്പിലൂടെ കയറി റോഡിലേക്ക് ഇറങ്ങും. ഇന്ന കട കുടിക്കാതെ അങ്ങനെ ഫ്രീ ലെഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഫ്രീ ലെഫ്റ്റ് കൊടുത്തിട്ട് ട്രയൽ ഇപ്പോഴല്ല, ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ട് കൊടുക്കും. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടികളെല്ലാം പ്രൈവറ്റ് ബസ്സുകളെല്ലാം KSRTC ബസ്സുകളെല്ലാം ഹബിൽ കയറണം. ഈ ഹബിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലായിട്ട് ക്രോസ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഒരു ഇടുങ്ങിയ വഴിയാണ്. അത് അശാസ്ത്രീയമായി കിടക്കുകയാണ്. ആ റോഡിന് വീതി ഉണ്ടെങ്കിൽ ഒരു ഫ്ലോ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റിലയിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് പോകുന്ന വഴിയിൽ ഈ ഹബിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ ഓരോ വണ്ടിയും മിനിമം ഒരു 20-30 സെക്കൻഡ് ഈ റോഡിൽ റീച്ച് ചെയ്യും. അങ്ങനെ 10 വണ്ടി ഇറങ്ങുമ്പോൾ അത്രയും സമയം പോവുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ കടവന്തറയിൽ നിന്ന് വൈറ്റിലേക്ക് കടവന്തറയിൽ അതൊന്ന് ഫ്ലോ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് എടപ്പള്ളിയിൽ നിന്ന് വൈറ്റില ജംഗ്ഷനിലേക്ക് എത്തുന്നവരെ പ്രശ്നം. അത് നമ്മൾ ഈ ഫ്രീ ലെഫ്റ്റ് എങ്ങനെ കുറച്ചുകൂടി സുഗമമാക്കാം എന്ന് ആലോചിച്ചിട്ടേക്കും. അത് ഈ വരുന്ന വണ്ടികളെ അതിനൊരു മാർഗമുണ്ട്. ഈ വരുന്ന വണ്ടികളെ അവിടെ നിന്ന് തന്നെ ഒരു ഡ്രൈവ് ട്രാക്കിൽ പിടിപ്പിക്കും. പക്ഷേ ലെഫ്റ്റ് വരുന്ന വണ്ടികൾ നിൽക്കുന്നതാണ്. ഇവിടെ വന്ന് തിരിഞ്ഞ് കയറാനുള്ള എളുപ്പം അതേ മാർഗം മെട്രോയുടെ പോയിരിക്കുക. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതിന് പെർമനൻ്റായിട്ട് പരിഹാരം ഉണ്ടാണെങ്കിൽ മൂലയിലിരിക്കുന്ന കടയിൽ എടുത്തിട്ട് അവിടെ തിരിഞ്ഞാൽ ആ ലാൻഡ് അക്വയർ ചെയ്ത് എടുക്കണം. അല്ല എളുപ്പമുള്ള കാര്യങ്ങളല്ല. തൽക്കാലം നമ്മൾ ഇടപ്പള്ളിയിൽ ചെയ്താൽ വളരെ വിജയകരമായി. അതുപോലെ തന്നെ നമ്മൾ കളമശ്ശേരി ചെയ്തതും വിജയകരമായി, നെടുമ്പാശ്ശേരി ചെയ്തതും വിജയകരമായി. അപ്പോൾ നമ്മളൊരു ചെറിയ സൂത്രം ആദ്യം പ്രയോഗിച്ച് നോക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ലീഗലായിട്ടുള്ള പണികൾ ചെയ്യാൻ പറ്റും.